ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളിൽ കുറച്ച് പേര് സജസ്റ്റ് ചെയ്തൊരു ടോപ്പിക്ക് തന്നെയാണ്. നിങ്ങളുടെ വ്യക്തിയോട് ഒരു നോ കോൺടാക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ, അല്ലാന്നുണ്ടെങ്കിൽ മൂവ് ഓൺ ചെയ്യുകയാണെന്ന് അവർ അറിയിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിലായിരിക്കും അവരുടെ ഒരു പ്രതികരണം, അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ഒരു മൂമെൻറ്റ്സ് എങ്ങനെയാണ് എന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇപ്പോഴത്തെ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നിങ്ങളുടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു വ്യക്തി ഇങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിൽ അവർ പ്രതികരിക്കും എന്നുള്ളത് നോക്കാം. കാരണം ഏത് റിലേഷൻഷിപ്പ് സ്ട്രക്ചറിനാണ് അത് മാച്ചായിട്ട് വരുന്നതെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക, അല്ലാത്തത് ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. രണ്ട് കാർഡ്സ് വേണ്ടിയിട്ടുണ്ട്. ജമ്പിങ് കാർഡ്സ് ആണ്, പക്ഷെ നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സ്പ്രെഡിലേക്ക് വരാം. ഇവിടെ അപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ കറൻ്റ്ലി എന്തൊക്കെയോ മിസ്റ്ററീസ് ഉണ്ട്, സീക്രറ്റ്സ് സൂക്ഷിക്കുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ ഓപ്പൺ കോൺവെർസേഷൻ ഇല്ല, എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരാൾക്ക് നല്ല രീതിയിലുള്ളൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാം. ഹാർട്ട് ബ്രേക്ക് സംഭവിച്ച് വളരെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഒരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം, ഇതിനകത്ത് വളരെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പോൾ വളരെയധികം മാനസിക വിഷമത്തോടു കൂടി മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നഷ്ടബോധം നമുക്കിവിടെ കാണാം. ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്ന് റിക്കവർ ആവാൻ സാധിച്ചിട്ടില്ല. മേ ബി അത് നിങ്ങളുടെ എനർജി ആയിരിക്കാം. അതുപോലെ തന്നെ മറ്റൊരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്, കോമൺ ആയിട്ട് വന്നിരിക്കുന്ന വേറെ ചില എനർജീസ് എന്ന് പറയുന്നത് ഈ ഒരു ചാരിയറ്റ് എനർജിയാണ്. അതുപോലെ ഫൂൾ എനർജി നമുക്കിവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 7 ഓഫ് കപ്സ് എനർജി, 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി. മേ ബി നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എന്തൊക്കെയോ കാര്യത്തിലേക്ക് എടുത്തിയാടി പോയിട്ടുണ്ട്. വലിയ ആലോചിച്ച് പോയതൊന്നും ആയിരിക്കില്ല, ഒരു എടുത്തിയാടി എന്തൊക്കെയോ കാര്യത്തിലേക്ക് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്കൊരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഈ ഒരു പേഴ്സൺ അവർക്ക് താല്പര്യമുള്ള എന്തൊക്കെയോ കാര്യത്തിലേക്ക് മാറി നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രയോറിറ്റി ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഏതൊക്കെയോ തരത്തിലുള്ള ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ലൈഫിൽ കിട്ടുന്ന ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓഫർ ഈ പേഴ്സൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ കറൻറ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കാൾ കൂടുതലായിട്ട് മറ്റെന്തോ കാര്യത്തിൽ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവിടെയാണ്. വളരെ ആരും പറഞ്ഞാൽ കേൾക്കാതെ സ്വന്തം ഇഷ്ടത്തിനെടുത്തിയാടി പുറപ്പെട്ടു പോയ ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ വഴിയിൽ ഇപ്പോൾ മറ്റൊരു കാര്യമില്ല. അവരുടെ ആ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്, അവരുടെ ആ ഒരു എനർജി ഇപ്പോൾ ചിലവാക്കുന്ന കാര്യം എന്താണോ അതിൽ മാത്രമാണ്. മറ്റൊന്നിലും അവർ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്നില്ല. അതാണ് സത്യത്തിൽ ആ ഒരു പേഴ്സണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ചിലവരെ സംബന്ധിച്ച് കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കരിയറിലോ അല്ലെങ്കിൽ പ്രൊഫഷനിലോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കായിരിക്കാം ഇപ്പോൾ ഒരു കൂടുതലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുറച്ച് പേർക്ക്. അപ്പോൾ അതായിരിക്കാം നിങ്ങൾക്കുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിൽക്കുന്ന കുറച്ച് പേർക്ക് ഈ പറഞ്ഞതുപോലെയുള്ള അവരുടെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവർ വിചാരിച്ചൊരു ലെവലിലേക്ക് എത്താൻ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്നവരുണ്ടാവാം. കുറച്ച് പേർക്ക് നമ്മൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കാം തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും
നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് തന്നിട്ടാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് നഷ്ടബോധം വന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അത്രയും നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോഴും തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടായാലും ഇല്ലാന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങളുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയാണ്. ഭയങ്കരമായിട്ടുള്ളൊരു നിരാശ നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആങ്സൈറ്റി ഉണ്ടാവാം. എന്താണ് ഇനി വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ ഇനി എന്തായിത്തീരുന്ന അറിയുന്നുണ്ടാവില്ല. ഈ ഒരു പേഴ്സൺ നമ്മൾ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും പറയാതെ വെക്കുക, ഹൈഡ് ചെയ്യാതെ ചെയ്ത് വെക്കുക. അതൊക്കെ എന്താണെന്ന് അറിയാതെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ളൊരവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു എനർജി പോലെയാണ്. നിങ്ങളിപ്പോഴും ആ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോയൊരു കാര്യത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കുകയാണ്. അത് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാനായിട്ട് നിങ്ങൾ കാത്തു നിൽക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെയിറ്റിങ്ങിലായിരിക്കാം നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അങ്ങനെ അങ്ങ് പോയിരിക്കുന്ന ഒരവസ്ഥ, അവരുടെ മാത്രം കാര്യത്തിനൊരു ഫോക്കസ് കൊടുത്ത് നിങ്ങൾക്ക് അത്ര പ്രയോറിറ്റി തരാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഈ മാറി നിൽക്കുക ഇൻ ദ സെൻസ് മാനസികമായിട്ടുള്ള ഒരു അകൽച്ചയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു കാര്യത്തിനകത്ത് രഹസ്യങ്ങൾ കടന്നു വരിക, അല്ലാന്നുണ്ടെങ്കിൽ പാർട്ട്ണറെ അത്രയ്ക്കധികം ചെവിക്കൊള്ളാതിരിക്കുക, സ്വന്തം കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു മാനസികമായിട്ടുള്ള ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞു. നമ്മളെല്ലാ കാര്യവും നമ്മളുടെ പാർട്ട്ണറോട് ഷെയർ ചെയ്ത് സംസാരിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളതും കൂടി കൺസിഡർ ചെയ്ത് കേൾക്കുമ്പോഴൊക്കെയാണ് അത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയം അങ്ങനെയല്ല, നമ്മൾ ഒറ്റ ബുദ്ധിക്ക് പോയി എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജി ഇത്തരത്തിലാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൺ അത് എത്ര പേർക്ക് റെസനേറ്റ് ആവുന്നുള്ളത് അറിയില്ല. ഈ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ ഇതാണോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ ഇതാണോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു നോ കോൺടാക്ട് റൂൾ അപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യണമെന്ന് അറിയിച്ചാൽ, ചിലപ്പോൾ മൂവ് ഓൺ ചെയ്യണമെന്ന് അറിയിക്കേണ്ട കേസ് പോലും ചില സിറ്റുവേഷനിൽ വരാറില്ല. അവർക്ക് ചിലപ്പോൾ തോന്നുന്നതായിരിക്കും ഒരു മൂവ് ഓൺ ചെയ്ത് പോയോ, ഒരു അനക്കോ ഇല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ആ ഒരു തരത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ തിരിച്ചുള്ള റെസ്പോൺസ് എന്നുള്ളത് നമുക്കിനി നോക്കാം. ഓക്കെ, 4 ഓഫ് സോർഡ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്ന എനർജി. മൂൺ എനർജി, ഫോർ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഹെർമിറ്റ് ആണ്. ഫൈവ് ഓഫ് സോർഡ്സ് എനർജി, ഇതുവരെ നമ്മൾ നോക്കിയിട്ട് വലിയ ആക്ഷൻ എടുക്കുന്ന എനർജീസ് ഒന്നും വന്നിട്ടില്ല. അടുത്തതും സെയിം. നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. ടു ഓഫ് വാൻഡ്സ് എനർജി, ടെമ്പറൻസ്, ഒരു കാർഡ് കൂടി എടുക്കാം. ഓക്കെ, സ്റ്റാർ എനർജി. അപ്പോൾ നമ്മുടെ സ്പ്രെഡിലേക്ക് വരാം. ഇവിടെ അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഫസ്റ്റ് തന്നെ ഒരു 4 ഓഫ് സോർഡ്സ് എനർജിയാണ് നമുക്ക് വന്നത്. അതായത് ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോവുകയാണെന്ന് അവരെ അറിയിക്കുകയോ, അല്ലെങ്കിൽ ഒരു നോ കോൺടാക്ട് റൂളെല്ലാം അപ്ലൈ ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഹൈഡ് ആയിട്ടിരിക്കുന്നൊരവസ്ഥ, അതായത് മൂവ് ഓൺ ചെയ്ത് പോയോ എന്ന് ഈ ഒരു പേഴ്സണെ കൺഫ്യൂസ്ഡ് ആക്കുന്നൊരവസ്ഥയിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി വളരെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നൊരവസ്ഥയാണ് കാണുന്നത്. അതായത് വലിയ പ്രതികരണമോ കാര്യങ്ങളോ ഒന്നും തരണം എന്നുണ്ടാവില്ല. അവർ വളരെ സൈലൻ്റായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഇവരോട് ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ
സൈലൻസ് കീപ്പ് ചെയ്യുന്നുണ്ടാവാം. ആ ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് യാതൊരു ആക്ഷനോ കാര്യങ്ങളോ എടുക്കാതെ നിങ്ങളോട് പോലും വലിയൊരു റെസ്പോൺസ് തരാതെ ഇരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. അതുപോലെ ആ ഒരു മൂൺ എനർജി നമുക്കിവിടെ കാണാം. ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ വളരെയധികം കൺഫ്യൂസ്ഡ് ആവും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്കൊരു മെന്റൽ ആഗണി ഉണ്ടായേക്കാം. ഒരു ആങ്സൈറ്റി ഉണ്ടായേക്കാം. കാര്യങ്ങളൊന്നും അത്രയും ക്ലിയർ ആവണമെന്നില്ല. ആകെ മൊത്തം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ. എന്ത് ചെയ്യണം? അല്ലെങ്കിൽ എന്താണിപ്പോൾ സംഭവിച്ചത്? എന്നൊക്കെയുള്ള ഒരു രീതിയിൽ അവർക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ പുറകെ അത്രയും ബെഗ് ചെയ്ത് നടന്നിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ആ ഒരു എനർജി വന്നത്. അപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത പോലെ, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും സീക്രറ്റ് ഉണ്ടോ? മിസ്റ്ററീസ് ഉണ്ടോ? നിങ്ങളെന്തെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടോ? അങ്ങനെ ആകെ മൊത്തം ആ ഒരു പേഴ്സണ് ഒരു നമ്മൾ ചൂട് പിടിപ്പിക്കുക എന്ന് പറയില്ലേ, ആ ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ്. അവർക്ക് തന്നെ ഒരു മെന്റലി ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ഒരു ഫോർ ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. ദാറ്റ് മീൻസ് നിങ്ങളങ്ങനെ മാറി നിൽക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം, കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം. ആ ഒരു ഫിയർ ഓഫ് ലോസ് ഉണ്ടായേക്കാം. നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് വളരെയധികം പൊസസീവ്നെസ് തോന്നിയേക്കാം. ആ ഒരു സമയത്തായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഒരു വാല്യൂ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് അവരോട് ഗുഡ് ബൈ പറഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലാണ് അവരെ അത് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്ന ആ ഒരു സമയത്തായിരിക്കാം. അപ്പോൾ അവിടെ നമുക്ക് ശക്തമായിട്ടുള്ള ഒരു പൊസസീവ് എനർജി കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾ വേറെ ആരുടെ അടുത്തേക്കും പോകരുത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ വിട്ടു പോകുമ്പോഴത്തേക്കുമാണ് അവർക്ക് ആ ഒരു ഫീലിംഗ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ പിന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന ഹെർമിറ്റ് എനർജിയാണ്. അപ്പോൾ ഹെർമിറ്റ് എനർജി ആണെന്നുണ്ടെങ്കിലും അതിന് മുൻപ് നമുക്ക് ഫൈവ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. എന്നാൽ ഹെർമിറ്റ് എനർജി എന്ന് പറയുമ്പോൾ ഒരു തരം വിക്ടിം മെൻറ്റാലിറ്റിയും കൂടി ഈ ഒരു പേഴ്സൺ ഉണ്ടായേക്കാം. അതായത് അവർ കുറച്ച് ഒന്ന് ആ, മറ്റാരും പറയുന്നത് കേൾക്കാതെ, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അവരിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ക്ലാരിറ്റി ഒന്നും അവർക്ക് ഇല്ലാത്തൊരു ടൈം പീരീഡ് ആയതുകൊണ്ട് തന്നെ ഇനി നിങ്ങളായിട്ട് അവരെ പറ്റിച്ചു പോയതാണോ, എന്താ ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടായതെന്നുള്ളൊരു ചിന്താഗതി, അല്ലെങ്കിൽ അവരിതിനകത്തൊരു വിക്റ്റിമായിട്ട് പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഒക്കെ ആയിട്ട് അവർക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. ഒരു പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അവർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. നമ്മൾ ഓൾറെഡി കണ്ടല്ലോ എങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് സ്ട്രക്ചറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവർക്ക് കുറച്ച് സമയം വേണമെന്നോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അവർക്ക് കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അതൊന്നും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണെ ഒറ്റപ്പെടുത്തി എന്നുള്ളൊരു ഫീലിംഗ് ചിലപ്പോൾ അവർക്ക് ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ആ ഒരു ഫൈവ് ഓഫ് സോർഡ്സ് എനർജി എന്ന് പറയുമ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരെ ചീറ്റ് ചെയ്തു പോയോ എന്നുള്ള ഒരു ഫീലിംഗ്, അല്ലാന്നുണ്ടെങ്കിൽ കൂടെ നിന്നിട്ട് കാല് വാരുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ പറഞ്ഞ പോലെയൊക്കെയുള്ള ഒരു പ്രതീതി ചിലപ്പോൾ അവർക്ക് ഫീൽ ചെയ്തേക്കാം. അവർ വഞ്ചിക്കപ്പെട്ടു എന്നോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് അവരോട് ഈ ഒരു രീതിയിൽ പെരുമാറാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ അവർക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ ആ ഒരു തരത്തിൽ നമുക്കിവിടെ അതുപോലെ തന്നെ ഒരു ഫൈവ് ഓഫ് കപ്സ് എനർജിയാണ്. ഒരു നഷ്ടബോധം, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു നഷ്ടബോധം ഈ ഒരു വ്യക്തിക്ക് ആ സമയത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഇതിപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു ഇമോഷൻസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാകുന്നത് ചിലപ്പോൾ ഗ്രാജുവലി ആയിരിക്കാം. ആദ്യം ചിലപ്പോൾ നിങ്ങളിങ്ങനെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അവർ ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു രീതിയിലായിരിക്കും എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്താ ഇപ്പോൾ സംഭവിച്ചതെന്ന് അവർ ആലോചിക്കാനായിട്ടൊരു ടൈം എടുത്തേക്കാം. പതിയെ ആയിരിക്കാം അവർ ഗ്രാജുവലി ഓരോ കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് വരുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു നഷ്ടബോധം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലോസ് അവർ അനുഭവിക്കും. അല്ലെങ്കിൽ ആ ഒരു സമയത്തായിരിക്കും അവർക്ക് മാനസികമായിട്ട് ഏറ്റവും കൂടുതൽ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ആയിട്ട് തോന്നുന്നത്. ഒരുപക്ഷേ നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ കുറച്ചധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ മനസ്സിനുള്ളിൽ പല സംശയങ്ങളുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമം വന്നിട്ടും ഇവിടെ നമുക്ക് ആദ്യത്തെ ആ ഒരു എനർജീസിലൊന്നും ആക്ഷൻ എടുക്കുന്നതായിട്ട് വന്നിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത്രയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു നേച്ചർ അല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷമമോ കാര്യങ്ങളോ വരുമ്പോൾ തന്നെ ഓടി വന്ന് നിങ്ങളോട് ചോദ്യം ചോദിക്കുകയോ, അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, എനിക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞാനെ. പക്ഷെ ഇവിടെ അവരതൊന്നും പറയുന്നില്ല. അവരുടെ മനസ്സിനകത്തുള്ള ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം സപ്രസ് ചെയ്ത് വെക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത്രയധികം ഒന്നും അവർ പുറത്തേക്ക് കാണിക്കുന്നില്ല. അതൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം വിഷമം മനസ്സിനകത്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് അവിടെയൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവരൊറ്റപ്പെട്ടു പോയി, അല്ലെങ്കിൽ അവരെ ചീറ്റ് ചെയ്തു, അവരെ ഒരു വിക്റ്റിമാക്കി നിങ്ങൾ മാറ്റി എന്നൊക്കെയുള്ള ഒരു രീതിയാണ്. സ്വയം അവർ ഒന്ന് അവരെ തന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വിക്റ്റിം മെൻറ്റാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അയ്യോ ഞാൻ പാവം, എന്നോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്നൊക്കെയുള്ള ഒരു എനർജിയും കൂടിയാണ്. ആ ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുക, ഒന്നും കൂടി അവരായിട്ടും ഒന്ന് ഹൈഡ് ചെയ്ത് പോകുന്ന ഒരവസ്ഥ. ആ ഒരു എനർജിയൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു തരത്തിൽ മാറുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരും ആ ഒരു സമയത്ത് വളരെ ഒന്ന് ഹൈഡായിട്ടിരിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്കും കിട്ടാതിരിക്കാനായിട്ടൊക്കെ ചിലപ്പോൾ അവർ ശ്രമിച്ചേക്കാം. അതായത് അവരും ഒന്ന് ഒളിവിൽ പോകുന്ന പോലെയുള്ളൊരു രീതിയിൽ ചിലപ്പോൾ മാറി നിൽക്കാനൊക്കെയുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്.
അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ നോ കോൺടാക്ട് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ആ ഒരു നോ കോൺടാക്റ്റിലേക്ക് വെക്കുന്നു എന്നുള്ളതാണ്. ഈവൻ നമുക്ക് കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവരോട് പോലും യാതൊരു കാര്യം ഷെയർ ചെയ്യാതെ ആ ഒരു പേഴ്സണ് നമ്മളെക്കുറിച്ചുള്ള ഒരറിവും കൊടുക്കാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരും ചിലപ്പോൾ ആ ഒരു പറഞ്ഞ രീതിയിൽ മാറി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അവരുടെ മനസ്സിനുള്ളിൽ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും പുറമെ ചിലപ്പോൾ ഈ ഒരു തരത്തിലൊക്കെ അവരത് പ്രകടിപ്പിച്ചേക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ 2 ഓഫ് വൺസിൻ്റെ എനർജി കാണാം. അപ്പോൾ ആ ഒരു പ്ലാനിങ് എനർജിയാണ്. അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സ് എനർജി ആണെന്നുണ്ടെങ്കിലും സ്നേഹം ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പോഴായിരിക്കാം ഇവർ റിയലൈസ് ചെയ്യുന്നത് ഇവർക്ക് ശരിക്കും എത്രത്തോളം സ്നേഹം നിങ്ങളോടുണ്ടെന്നുള്ളത്. പലർക്കും റിലേഷൻഷിപ്പിലുള്ളപ്പോൾ ഉള്ളൊരു കാര്യമാണ്. ആദ്യകാലത്തൊക്കെ വലിയ സ്നേഹമായിരിക്കും. അത് കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു പാർട്ട്ണറോട് നമുക്ക് എത്രത്തോളം ഒരു അടുപ്പമുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോരം അവരെ സ്നേഹിച്ചിരുന്നു, സ്നേഹമുണ്ട് എന്നുള്ളതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു എനർജിയിൽ അങ്ങനെ അങ്ങ് പോവും. ഒരു വ്യക്തി നഷ്ടപ്പെട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് കിട്ടില്ല എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് റിയൽ ആയിട്ട് നമ്മൾ ആ ഒരു വ്യക്തി എത്രമാത്രം നമുക്ക് പ്രിയപ്പെട്ടതായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വരുന്നത്. അതുവരെ നമുക്കത് ഓക്കെ എന്നുള്ളൊരു രീതിയിൽ പോകുന്ന കാര്യമായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു നൈറ്റ് ഓഫ് കപ്സ് എനർജി എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹത്തോടു കൂടി വരുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ആ ഒരു അവസ്ഥയ്ക്ക് ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു ജാള്യതയുണ്ട്. ഓടിച്ചാടി വരുന്ന ഒരവസ്ഥയല്ല, വളരെ ആ ഒരു ജാള്യതയോടു കൂടി വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത്രയും കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ആക്ഷൻ എടുത്ത് വരിക, അല്ലെങ്കിൽ ബെഗ് ചെയ്യുക, എന്നെ വിട്ട് പോവല്ലേ എന്ന് പറയുക. അങ്ങനെ അങ്ങനെ വേണമെങ്കിലും പറയുന്ന ആൾക്കാരുണ്ടല്ലോ. പക്ഷേ ഇവിടുത്തെ എനർജിയിൽ അത് വന്നിട്ടില്ല. എന്നെ വിട്ട് പോവല്ലേ, എനിക്ക് ഒഴിവാക്കി പോവല്ലേ എന്നൊന്നും പറയാത്തൊരു എനർജിയാണ്. അവർ വളരെ സമയമെടുത്തായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരൊരു ഷെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് പിന്നീട് ഈ പറയുന്ന പോലെയുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ നമുക്ക് ആ ഒരു ടെമ്പറൻസ് എനർജി ആണെന്നുണ്ടെങ്കിൽ ബാലൻസ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമം, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ക്രോസ് റോഡ്സിൽ വെച്ച് നിങ്ങൾ മീറ്റ് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്ക് സ്റ്റാർ എനർജി വന്നിരിക്കുന്നതും ലാസ്റ്റ് ആയിട്ടുള്ള എനർജിയാണ്. അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ വേറെ കാർഡ്സ് എടുക്കാതിരുന്നത്. അപ്പോൾ അവർ ആ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പേഴ്സണോട് ഇങ്ങനെയുള്ളൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നേരെ പിറ്റേ ദിവസം തന്നെ എല്ലാം ഓക്കെ ആക്കി മാറ്റുന്ന ഒരു വ്യക്തിയല്ല. കുറച്ചധികം സമയമെടുത്ത് മാത്രം, അല്ലെങ്കിൽ പല കാര്യങ്ങൾ റിയലൈസ് ചെയ്ത ശേഷം മാത്രം ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു സഡൻ കോൺടാക്റ്റോ അല്ലെങ്കിൽ സഡൻ ഇമ്പ്രൂവ്മെൻറ്റോ ഒക്കെ വിചാരിച്ചിട്ട് ഈ ഒരു പേഴ്സണോട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതൊന്നും കിട്ടില്ല. വളരെ സ്ലോലി അവർ തന്നെ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്ന ആ ഒരു എനർജിയിൽ നിന്നാണ് അവർക്ക് വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് തോന്നുക എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഒരു കാര്യം നമ്മളിവിടെ എടുത്ത് പറയേണ്ടതായിട്ടുള്ളത്, അവരിപ്പോൾ ഏതൊക്കെയോ കാര്യങ്ങളുടെ പിന്നാലെയാണ് എടുത്തിയാടി പോയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. കൂടുതൽ ഫോക്കസ് ഏതൊക്കെയോ കാര്യങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു എനർജി സംഭവിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യം സംഭവിച്ചു കഴിയുമ്പോൾ അവർക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്കുള്ള എന്തൂസിയാസം അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റ് ഒക്കെ നല്ല രീതിയിൽ കുറയും. കാരണം കൂടുതലും അവർ ഗ്ലൂമി ആയി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരു എയിം എന്താണോ, അല്ലെങ്കിൽ എന്തിലേക്കാണോ അവർ പോയത്, ആ പറഞ്ഞ ലക്ഷ്യങ്ങളിൽ നിന്നെല്ലാം ചിലപ്പോൾ അവർ പതിയെ പിൻവലിഞ്ഞ് വന്നേക്കാം. കാരണം അവർക്കതിനുള്ള ഊർജ്ജം ഇല്ല. ആ ഒരു എനർജി അവർക്കില്ല. ആ ഒരു എനർജി നിങ്ങൾ പോകുന്നതോടുകൂടി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളില്ലാന്ന് അറിയുന്നതോടുകൂടി ഇവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ നോക്കുമ്പോൾ ഒരുപാട് എനർജിയിലും കൺഫ്യൂഷൻസ്, വിഷമം, നഷ്ടബോധം, വിക്ടിം എനർജി ഒക്കെ കയറി വന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന വ്യക്തിക്ക് വേറെ പല കാര്യങ്ങൾക്കും വളരെ എനർജറ്റിക് ആയിട്ട് പ്രകടിപ്പിക്കാനായിട്ട് കഴിയണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി അവർക്ക് അങ്ങനെ യൂസ്ഫുൾ ആക്കി കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ സാധിക്കില്ല. അവരാകെ ഒന്ന് ഡൗൺ ആയി പോയേക്കാം, അല്ലെങ്കിൽ ആ ഒരു ഡെസ്പ് മൈൻഡിലേക്ക് ഈ ഒരു പേഴ്സൺ പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാര്യം നിങ്ങളോട് പ്രകടമായിട്ട് ആദ്യമേ തന്നെ ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് അവർ നല്ല രീതിയിലുള്ള ഒരു തകർച്ച നേരിടുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. എങ്കിലും നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു റീകൺസിലേഷന് വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് വരിക, വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാനായിട്ടൊക്കെ അവർ ശ്രമിക്കുന്നത് കുറച്ചൊരു അവസാന ഭാഗത്താണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതി പെട്ടെന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സഡൻ റിസൾട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടുത്തെ പേഴ്സൺ ചിലപ്പോൾ കുറച്ചൊരു കടുകട്ടിയുള്ള ഒരു വ്യക്തിയാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും കുറച്ചൊന്ന് പിടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അങ്ങ് തളർന്നു പോകുന്ന ഒരു പേഴ്സണൊന്നും അല്ല. ഈഗോയിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ വന്ന് ഒരാളോട് സോറി പറയാനോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് താഴ്ന്നു കൊടുക്കാനോ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. വിഷമമൊക്കെ ഉണ്ടെങ്കിൽ അവനവൻ തന്നെ സഹിച്ചാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് പുറത്തൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത വ്യക്തികളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അതുപോലെയുള്ളൊരു എനർജിയാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത് ആരുടെയൊക്കെ വ്യക്തികളുടെ എനർജി ആണെന്നുള്ളത് അറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇപ്പോഴത്തെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ നിലവിൽ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു എനർജിയിൽ വന്നിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ആണോ, നിങ്ങളുടെ സിറ്റുവേഷൻ ആണോ ഇതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരുപാട് സങ്കടത്തോടെ, വിഷമത്തോടെ നിങ്ങൾ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ യൂണിവേഴ്സിനോട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ആഗ്രഹം അറിയിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. വളരെ സ്ട്രോങ് ആയിട്ട് ഡിറ്റർമിൻഡ് ആയിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.